ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വി നെക്കുള്ള കുർത്തിയാണ്. ഇതിന് ഞാൻ ഒരു പഫ് സ്ലീവ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലൈനിങ് ഇല്ലാണ്ടാണ് ഞാൻ ഈ ക്ലോത്തിൽ ചെയ്തിരിക്കുന്നത്. ഒരു എക്കോബ ക്ലോത്താണ്. ബ്ലാക്കിൽ ഈ ഒരു ഡിസൈൻ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടി തോന്നിയത് ഒരു വി നെക്കിൽ പഫ് സ്ലീവ്സ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ അത് ട്രെൻഡി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. 34 ചെസ്റ്റിൻ്റെ അളവിലാണ് ഞാനപ്പോൾ ഈ കുർത്തി കട്ട് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് മടക്കിയിട്ട് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മെറ്റീരിയൽ ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇത് മടക്കിയിടുന്ന രീതി ഞാനിപ്പോൾ മുൻ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് അളന്ന് നോക്കണം. നമുക്ക് വേണ്ട ലെങ്ത്ത് എത്രയാണെന്ന് അപ്പോൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ ലെങ്ത്ത് വേണ്ടത് 43 ഇഞ്ചിലാണ്. അപ്പോൾ ഞാനത് ഒന്ന് മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. 43 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് എനിക്ക് വേണ്ടത് 12.5 ഇഞ്ചിലാണ് ഞാനിപ്പോൾ മടക്കിയിട്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ് ഈ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഞാൻ രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് വിഡ്ത്ത് ഒന്ന് മെഷർ ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ 10 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഞാനൊരു 2.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തെടുത്തിട്ടാണ് അത് മെയിൻ ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വിഡ്ത്ത് വരുന്നത് അതിൻ്റെ ഒപ്പം ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത് ഒട്ടും വേസ്റ്റ് ആവാതെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് മടക്കിയിട്ട ആ പോയിൻറ്റിലൂടെ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ തന്നെ, അതായത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റ് അളവിൽ ലെങ്ത്തിൽ മുറിച്ചെടുക്കുക. ഫ്രണ്ട് പീസാണ് ഞാൻ ആദ്യം തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ നെക്കും ഷോൾഡറും കൂടെ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 6.5 ഇഞ്ചിലാണ്. അപ്പോൾ നിങ്ങളുടെ ഇതേപോലെ ഷോൾഡർ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് ചെയ്ത് ചുരിദാറിൻ്റെ എടുത്തിട്ട് ഇതേപോലെ ഷോൾഡർ അളന്ന് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യുക. ആം ഹോളും എനിക്ക് വരുന്നത് 6.5 ഇഞ്ചാണ്. നെക്ക് മാർക്ക് ചെയ്ത് 6.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളിൽ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്കെയിൽ കൊണ്ട് ആ വരച്ച വരയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബിഗിനേഴ്സിനും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. സ്റ്റിച്ചിങ് അറിയാത്തവർക്കാണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ലൈനിങ് ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യമേ തന്നെ ലൈനിങ്ങിൽ എല്ലാ മാർക്കിങ്ങും ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മളുടെ മെയിൻ ക്ലോത്തിൽ ചെയ്യുക. ഇനി അവിടെ ഒരു 1 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തിട്ടാണ് ഞാൻ ആം ഹോൾ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ആം ഹോൾ കർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റൗണ്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് ഇതുപോലെ നമ്മൾ സ്ക്വയർ പോലെ വരച്ചതിൽ 1 ഇഞ്ച് എടുത്തിട്ട് അവിടെ മാർക്കിംഗ് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താലും മതിയാവും. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബിഗിനേഴ്സിന് നന്നായിട്ട് മനസ്സിലാവാനാണ്. ഇനി നമ്മൾ ആ വരച്ച ഒരു വരയുണ്ടല്ലോ, അത് അവിടെ വെച്ചാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചെസ്റ്റിൻ്റെ അളവ് ഇവിടെ 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ ഒപ്പം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് 2 പോയിൻറ്റും ഞാൻ വരച്ചിടുന്നു. 9 ഇഞ്ചും മാർക്ക് ചെയ്തു, അതിനുശേഷം 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ സീം അലവൻസിന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് നമ്മുടെ ഷേപ്പിൻ്റെ അളവാണ്. അപ്പോൾ ഷേപ്പ് ഇവിടെ എനിക്ക് 13 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ നോർമലി 30 to 34 വേസ്റ്റിനൊക്കെ നമ്മൾ ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്ക് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വിഡ്ത്ത്, അതായത് ഷേപ്പിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. 8 ഇഞ്ചിലാണ് എനിക്ക് വേണ്ടത്. മാർക്കിംഗ് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ സീം അലവൻസ് ആയിട്ട് ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സ്ലിറ്റിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ സ്ലിറ്റ് ഞാനിവിടെ 20 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ 20 ഇഞ്ചിലാണ് അത് മാർക്ക് ചെയ്യുന്നത്. 20 ഇഞ്ചിൽ അത് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വിഡ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തണം. അത് ഞാനിപ്പോൾ ഇവിടെ ഒരു 9.5 ഇഞ്ചിലാണ് അത് അടയാളപ്പെടുത്തുന്നത്. 9 ഇഞ്ചിൽ അത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 1 ഇഞ്ചിൽ നമ്മൾ സീം അലവൻസും കൂടെ ആഡ് ചെയ്യണം. ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ 2 ഇഞ്ച് വീതം സീം അലവൻസാണ് ആഡ് ചെയ്തത്. സ്ലിറ്റിൻ്റെ ഭാഗത്ത് മാത്രം നമുക്ക് 1 ഇഞ്ച് മതിയാകും. അത് നമുക്ക് മടക്കി അടിക്കുമ്പോൾ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ കുടുങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഇനി താഴേക്ക് വരുമ്പോഴേക്കും ആ ഭാഗത്തും ഞാൻ 9.5 ഇഞ്ചിലാണ് ഞാനിവിടെ എൻഡ് ഭാഗത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഇതിൽ നിന്ന് അധികം ഡിഫറൻസ് ഇല്ലാണ്ടാണ് ഞാൻ താഴെ മാർക്ക് ചെയ്തിരിക്കുന്നത്.
അവിടെയും സീം അലവൻസ് ആയിട്ട് ഒരു ഇഞ്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ മുകളിൽ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരച്ച വരയിൽ നിന്ന് താഴെ വരച്ച വരയിലേക്ക് ഇതേപോലെ സ്കെയിൽ കൊണ്ടൊന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. ആ രണ്ട് ഭാഗത്താണ് നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് ഉള്ളത്. എൻ്റെ ഭാഗത്ത് ഞാൻ അധികം വിഡ്ത്ത് വെക്കുന്നില്ല. ഇനിയിപ്പോൾ അധികം വിഡ്ത്ത് ആവശ്യമുള്ളവരാണെങ്കിൽ അവിടെ സ്ലിറ്റിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ വല്ലതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ വരച്ച പോയിൻറ്റുകളുണ്ടല്ലോ, മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ, അതിൽ നമ്മൾ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആ പോയിൻറ്റ്സുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. സ്കെയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാവുന്നതാണ്. വരച്ച എല്ലാ പോയിൻറ്റുകളും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നിങ്ങൾ ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് ഒരു പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് അടുത്തതും കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 2 പാർട്ടും കൂടെ ഒന്നിച്ച് ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. നെക്കിൻ്റെ പാർട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഫ്രണ്ട് പാർട്ടിൽ ഞാൻ നെക്ക് ക്യാൻവാസ് വെച്ചും ബാക്ക് പാർട്ടിൽ ക്യാൻവാസ് ഇല്ലാതുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ബാക്ക് പാർട്ടാണ് ആദ്യം തന്നെ ഇതുപോലെ രണ്ടാക്കി മടക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൽ ഒരു പീസ് വെച്ചിട്ടാണ് നെക്ക് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ക്ലോത്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അത് രണ്ടാക്കി മടക്കിയാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ പീസ് ഇതേപോലെ എടുത്താണ് ഞാൻ നെക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു അളവിൽ മതിയാകും. അപ്പോൾ അതിൻ്റെ രണ്ടാക്കി മടക്കുമ്പോൾ ഉള്ള വിഡ്ത്ത് വരുന്നത് 5 ഇഞ്ചിലാണ്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചിലും. അപ്പോൾ നമ്മൾ എത്രയാണ് നെക്ക് എടുക്കുന്നത് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അതിനേക്കാളും 1-2 ഇഞ്ച് എക്സ്ട്രാ ലെങ്ത്തിൽ ഇത് മതിയാകും. ഞാനിപ്പോൾ അതിങ്ങനെ നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ താഴേക്ക് ഇതേപോലെ കറക്റ്റ് 2 അറ്റവും ഒന്നിച്ച് വരുന്ന രീതിയിൽ, മുകളിലത്തെയും സൈഡിലെയും അറ്റമെല്ലാം ഒന്നിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാൻ. എനിക്കിപ്പോൾ 3.5 ഇഞ്ചിലാണ് അവിടെ നെക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 3.5 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുത്തു. ഇനി താഴേക്ക് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 4.5 ഇഞ്ചിലാണ്. 4.5 ഇഞ്ചിലും ഞാൻ മാർക്കിങ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ലെങ്ത്ത് എടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാളും ഒരു 2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്ത് വേണം താഴെ ഇട്ടിരിക്കുന്ന തുണി എടുക്കാൻ. എന്നിട്ട് നമ്മൾ ഏത് നെക്കാണോ ചെയ്യുന്നത് അതവിടെ വരച്ചു കൊടുക്കണം. ഞാനിപ്പോൾ വി ആണ് ബാക്കിലും ഫ്രണ്ടിലും ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വി നെക്ക് അവിടെ വരച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിലെ പീസും ഇതുപോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ 2 ഇഞ്ചിലധികം ലെങ്ത്തിലാണ് എടുത്തിരുന്നത് താഴത്തെ പീസ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമുക്കത് അവിടെ മടക്കി അടിക്കാനുള്ള ആവശ്യത്തിനുള്ള ക്ലോത്ത് മാത്രം മതിയാവും. ഇനി ഫ്രണ്ട് നെക്കിന് ക്യാൻവാസാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു ക്യാൻവാസ് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് വിഡ്ത്തിലും 9 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ നെക്ക് എത്രയാണോ വെക്കുന്നത് അതിനേക്കാൾ 2-2.5 ഇഞ്ചെങ്കിലും എക്സ്ട്രാ നമ്മൾ ലെങ്ത്ത് എടുക്കണം. അപ്പോൾ നമ്മൾ വി നെക്കാണ് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്തിൽ എടുക്കുന്നത് ആണ് കൂടുതൽ നന്നായിരിക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ആദ്യം തന്നെ മാർക്ക് ചെയ്യണം. അപ്പോൾ 3.5 ഇഞ്ചിലാണ് നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും 3.5 ഇഞ്ചിൽ തന്നെയാണ് വിഡ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. രണ്ടിനും ഒരേ വിഡ്ത്ത് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ലെങ്ത്ത് ഞാനിപ്പോൾ 7 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇതേപോലെ സ്കെയിൽ കൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കണം. വീനക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം 5 അതേപോലെ 4 എടുത്തിട്ടുണ്ടെങ്കിൽ വീനക്ക് അധികം ഭംഗിയായിരിക്കില്ല. അതുകൊണ്ട് ഒരു 6-7 ആയിരിക്കും കൂടുതൽ അത് ഭംഗിയായിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വരച്ച വരയിൽ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒരു മാർക്കിങ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ഇതേപോലെ സ്കെയിൽ കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം വരച്ച വരയിൽ നിന്ന് ആദ്യം വരച്ച വരയിലേക്ക് ഇതേപോലെ വി വരക്കാൻ വേണ്ടി സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ വരയിൽ നിന്ന് മുകളിലത്തെ രണ്ടാമത്തെ വരയിൽ നിന്നും താഴത്തെ രണ്ടാമത്തെ വരയിലേക്ക് ഇതേപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് അതും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എക്സ്ട്രാ എടുക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മൾ ഇതേപോലെ താഴേക്ക് വി വരക്കുമ്പോഴേക്കും താഴെ ഇതേപോലെ തന്നെ
കുറച്ച് എക്സ്ട്രാ വേണ്ടി വരും. വി ആയിട്ട് നന്നായിട്ട് ഷേപ്പായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ് എക്സ്ട്രാ എടുക്കാൻ പറഞ്ഞത്. ഇനി മുകളിലും ഞാൻ ഇതേപോലെ വരച്ച് കൊടുക്കുന്നത് നമ്മൾ നെക്ക് വെക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് നമുക്ക് വളഞ്ഞു പോകാതെ കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമത് നമ്മൾ ഇതേപോലെ വി വരച്ച വരയിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് അത് മുറിച്ച് മാറ്റുന്നത്. ഉള്ളിൽ ഇതേപോലെ വന്നിരിക്കുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാനൊന്ന് ക്ലിയറായിട്ട് പറഞ്ഞു തന്നതാണ്. തുടക്കക്കാർക്ക് എളുപ്പത്തിന് വേണ്ടി ഞാനൊന്ന് ക്ലിയർ ചെയ്തതാണ്. ഇനി ഞാൻ ഇതേപോലെ ഒരു ക്ലോത്തിൽ അത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ അയൺ ചെയ്ത് എടുക്കുക. എന്നിട്ട് സൈഡ് നമുക്കിങ്ങനെ മടക്കി അടിക്കണം. അപ്പോൾ മടക്കി അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ മടക്കി നോക്കുമ്പോൾ നമ്മളുടെ ക്യാൻവാസ് അതിലൂടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ വിഡ്ത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മളൊന്ന് മടക്കി നോക്കുക എത്രത്തോളം അത് വിഡ്ത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മടക്കി നോക്കുമ്പോഴേക്കും നമുക്ക് സൈഡിലൂടെ ക്യാൻവാസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിഡ്ത്തിൽ ഇത് മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നെക്ക് നമ്മൾ അടിച്ചു വരുമ്പോഴേക്കും ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഈ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ സെൻട്രൽ പൊസിഷൻ ഒന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെയും ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സെൻട്രൽ പൊസിഷനിൽ ഒരു നോച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നോച്ചിട്ട് രണ്ട് ഭാഗവും ഒന്ന് നേരെ വരുന്ന രീതിയിൽ നമ്മളൊന്ന് നിവർത്തിയിടുക. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ് ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത പീസിൻ്റെ നല്ല വശം അത് അകത്ത് വരുന്ന രീതിയിൽ നമ്മളിതുപോലെ ക്യാൻവാസ് നമുക്ക് ഫേസ് ആയിട്ടിരിക്കുന്ന രീതിയിൽ നമ്മളിതുപോലെ തിരിച്ചിടുക. രണ്ട് നോച്ചിട്ട് ഭാഗവും ഒന്നിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ വളച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി നെക്കും നമുക്ക് വളഞ്ഞേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നോച്ചിട്ട് പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടാണെങ്കിലും നമ്മളിതുപോലെ വെച്ച് കൊടുത്താലും മതിയാവും. അതിപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളെ വരച്ച് കാണിച്ചു തരാം. ഇതുപോലെ നോച്ചിട്ട് പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് അതായത് സെൻട്രൽ പൊസിഷനിൽ നിന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചിട്ട് നമുക്ക് ഇപ്പോൾ അയൺ ചെയ്തെടുത്ത ആ പീസ് അങ്ങനെ അതിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആ വി വന്നിരിക്കുന്ന അറ്റത്തെ ഭാഗം കറക്റ്റ് നമ്മളുടെ ആ വരയിലായിട്ട് ഒന്നിച്ച് വെച്ച് അതൊന്ന് കറക്റ്റാക്കി പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിലും എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് പിൻ ചെയ്തിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് കൂടുതൽ ഇമ്പ്രൂവ് ആവുകയും കറക്റ്റായിട്ട് വരികയും ചെയ്യും. ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതാദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒന്ന് കെട്ടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതേപോലെ ക്യാൻവാസിൻ്റെ അറ്റത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴേക്കും വീട് ഭാഗമാവുമ്പോൾ കറക്റ്റ് അവിടെ കൊണ്ടുവന്ന് ഒന്ന് സൂചി കുത്തി വെച്ചിട്ട് വേണം ഇതുപോലെ തിരിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ അറ്റത്താകുമ്പോഴത്തേക്കും ഒന്ന് കെട്ടിയിട്ട് നമ്മൾ നിർത്തുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ ഒന്ന് വിട്ടുപോകാതെ അത് നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ ആ വീട് ഭാഗം ആ മുന പോലെയുള്ള ഭാഗത്ത് നമ്മൾ എന്തായാലും ഒന്ന് ഇറക്കി സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ ഇറക്കി കട്ട് ചെയ്താലേ അത് നമുക്ക് കറക്റ്റായിട്ട് തിരിഞ്ഞ് കിട്ടുകയുള്ളൂ. ചെറിയ ചെറിയ നോച്ചുകൾ ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നോച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ബാക്കിലേക്ക് വെച്ച് തിരിച്ചെടുക്കുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് ഒന്ന് വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നല്ല പെർഫെക്ഷനിൽ കിട്ടും. ഇതേപോലെ നമ്മൾ ബാക്കിലേക്ക് മടക്കിയിട്ടാണ് ആദ്യം തന്നെ നെക്കിൻ്റെ അറ്റത്തിട്ട് ഒരു സ്റ്റിച്ചിങ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ വെച്ചിട്ട് ബാക്കിലേക്ക് എല്ലാം ഫുള്ളായിട്ട് കറക്റ്റായിട്ട് വെച്ച് ഫ്രണ്ടിൽ അത് കാണുന്ന രീതിയിൽ വരരുത്. നമ്മൾ ബ്ലാക്ക് വെച്ചിരിക്കുന്ന ഭാഗമെല്ലാം അകത്ത് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് വലിച്ച് പിടിച്ചിട്ട് വീനെക്കിൻ്റെ ഭാഗമാകുമ്പോൾ ഇതേപോലെ സൂചി ഒന്ന് കുത്തി ഇറക്കി വെച്ചിട്ട് മാത്രം തിരിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ വെച്ചിരിക്കുന്ന ക്യാൻവാസിൻ്റെ ബ്ലാക്ക് പീസ് ഫ്രണ്ടിൽ കാണാത്ത രീതിയിൽ വേണം വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ ഇത് അടിച്ചെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ അവിടെ ഇവിടെയും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നെക്കിന് അത്ര ഭംഗിയായിരിക്കില്ല. അതടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസ് വെച്ചിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഒരു വട്ടം കൂടി നമ്മളിത് അടിച്ചെടുത്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിങ്ങനെ നിവർത്തി വെച്ചിട്ട് അത് അടിച്ചെടുത്ത്
നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ആ വീഡിയോ ഭാഗം എത്തുമ്പോഴേക്കും ഇതേപോലെ സൂചി കുത്തി വെച്ചിട്ട് തിരിച്ചിടിച്ച് എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്ക് നെക്കിൻ്റെയാണ്. അതിനുവേണ്ടി നമ്മൾ ഈ പീസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്നു. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് ഇതേപോലെ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ വെച്ചിരിക്കുന്ന കട്ട് പീസ് ഇതുപോലെ മെയിൻ ക്ലോത്തിന് നല്ല വശത്ത് ഇട്ട് കൊടുത്ത് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിത് അടിച്ചെടുത്തിട്ട് വേണം ഉള്ളിലേക്ക് തിരിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പിൻ ചെയ്ത് വെക്കാനായിട്ട് പറയുന്നത്. ഇതേപോലെ അറ്റത്തിട്ട് ഒരു 1/4 ഇഞ്ച് അകലത്തിൽ അടിച്ചാൽ മതിയാകും. നേരെ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇങ്ങനെ നിവർത്തിയിട്ട് നമുക്ക് പതിച്ചൂടെ അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതില്ലാതെ നമുക്ക് ക്രോസ് പീസ് വെച്ചും ബാക്ക് നെക്ക് അടിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് സിമ്പിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ വെച്ച കട്ട് പീസ് ഒന്ന് ബാക്കിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അറ്റത്തുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ ഫ്രണ്ട് നെക്കും ഇതേപോലെ അടിച്ചെടുത്തായിരുന്നു. അതേപോലെ അറ്റത്തുകൂടെ ഇതൊന്ന് അടിച്ചെടുക്കുക. വീട് ഭാഗത്തുമ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിൽ നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത പീസ് ഇതുപോലെ ഒന്ന് മടക്കി അടിക്കേണ്ടത് കൂടിയുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ 3 സൈഡിലും ഒരു 1/4 ഇഞ്ച് അകലത്തിൽ നമ്മൾ ഇതേപോലെ 1/4 ഇഞ്ചിൽ മടക്കുക. എന്നിട്ട് ഒരു പിൻ കുത്തി വെച്ചിട്ട് നമുക്ക് ആ 3 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൂടെ എടുക്കാം. 3 സൈഡിൽ ഞാനപ്പോൾ ഇതേപോലെ പിൻ കുത്തി വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഫിനിഷായി. ഇനി നമ്മൾ ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശമാണ് ഞാനിപ്പോൾ നിവർത്തിയിട്ടിരിക്കുന്നത്. നമുക്ക് ഫേസ് ആവുന്ന രീതിയിൽ കിടക്കുന്നത് ഫ്രണ്ട് പീസാണ്. അതിനുശേഷം ഇതേപോലെ ബാക്ക് പീസിൻ്റെ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ ഇതേപോലെ ഇടുക. എന്നിട്ടാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടിൻ്റെയും നല്ല വശം ഇപ്പോൾ അകത്ത് വരുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്യേണ്ട അളവുകൾ കൂടി ഒന്ന് മാർക്ക് ചെയ്തിടാം. അതിനുവേണ്ടി ഞാൻ ഇതേപോലെ സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുവാണ്. അതിൽ നിന്നാണ് നമ്മൾ മാർക്കിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗം നമ്മൾ 9 ഇഞ്ചിലായിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. അത് ഞാൻ 2 സൈഡിലും 9 ഇഞ്ചിൽ ഇതുപോലെ സെൻറ്റർ ലൈനിൽ വെച്ചിട്ട് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഷേപ്പ് 13 ഇഞ്ചിലായിരുന്നു ഷേപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിരുന്നത്. അത് ഞാനപ്പോൾ ഒന്ന് ജസ്റ്റ് മാർക്കിങ് ചെയ്തു. എന്നിട്ട് ഷേപ്പിൻ്റെ വിഡ്ത്ത് നമുക്ക് 8 ഇഞ്ചിലാണ് വേണ്ടത്. അപ്പോൾ ആ 8 ഇഞ്ച് ആ സെൻട്രൽ പൊസിഷനിൽ വെച്ചിട്ട് 8 ഇഞ്ചും 2 സൈഡിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തു. ഈ അളവുകളെല്ലാം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു വട്ടം പറഞ്ഞ അളവുകളാണ്. അപ്പോൾ നമുക്ക് ഇത് സ്ലീവ്സ് വെച്ചതിന് ശേഷം ഇത് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓൾറെഡി ഇത് മാർക്ക് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരുന്നത്. 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വിഡ്ത്ത് നമ്മൾ 9 ഇഞ്ചിലായിരുന്നു. അപ്പോൾ 2 സൈഡും ഇതുപോലെ തന്നെ 9.5 ഇഞ്ചിൽ ആ സ്ട്രെയിറ്റ് ലൈൻ പിടിച്ച് മാർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ബിഗിനേഴ്സിന് കൂടുതൽ മനസ്സിലാവാനായിട്ടാണ് ഞാൻ അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് ഇത് വരയ്ക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ച് അല്ലെങ്കിൽ കൈ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാവുന്നതാണ്. 2 സൈഡും ഇതുപോലെ തന്നെ ചോക്ക് കൊണ്ട് നമ്മളൊന്ന് വരച്ചിടുക. ഇനി നമുക്ക് താഴത്തെ ഭാഗം കൂടെ വരച്ചെടുക്കണം. സ്ലിറ്റിൻ്റെ ഭാഗം നമുക്ക് അറിയാൻ വേണ്ടി ഒന്ന് ഷാർപ്പൺ ചെയ്ത് വരക്കുന്നത് നല്ലതാണ്. ഇനി താഴത്തെ ഭാഗം ഞാൻ അധികം ഡിഫറൻസ് ഇല്ലാണ്ട് കൊടുത്തുകൊണ്ട് ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ വരച്ചു കൊടുക്കുകയാണ്. 1 ഇഞ്ച് അകലത്തിലാണ് സ്ലിറ്റിൻ്റെ ഭാഗം തുടങ്ങി താഴേക്ക് അടയാളപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് അകലം കീപ്പ് ചെയ്ത് തന്നെ നമ്മൾ താഴേക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ 2 സൈഡും ഒന്ന് പിൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്ലീവ്സിൻ്റെ അളവെടുക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് അളവെടുത്തപ്പോൾ എനിക്ക് അത് 10.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്ലീവ്സിന് വേണ്ടി ഒരു തുണി ഇതേപോലെ 2ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. 10 ഇഞ്ച് വിഡ്ത്തിലും 14 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാനത് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം ഒരു 2 ഇഞ്ചിൽ ഞാൻ ഒരു മാർക്കിംഗ് കൊടുത്തു. അത് നമ്മൾ പഫ് സ്ലീവ്സ് വെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്കെയിൽ കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ചെറിയ പഫ് വെക്കുന്നതുകൊണ്ടാണ് 2 ഇഞ്ച് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പഫ് വെക്കണം, അങ്ങനെ നീളത്തിൽ പഫ് വേണം എന്നുണ്ടെങ്കിൽ ഒരു 3-3.5 ഇഞ്ച് എടുക്കാവുന്നതാണ്.
2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഇനി നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മാർക്കിങ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആദ്യം വരച്ച ആ പോയിന്റിൽ നിന്ന് ഇപ്പോൾ വരച്ച 3.5 ഇഞ്ചിൻ്റെ ആ പോയിന്റിലേക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. താഴേക്ക് ഇനി നമ്മൾ ചെയ്യുന്നതെല്ലാം നോർമൽ സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. 2 ഇഞ്ച് മുകളിൽ എക്സ്ട്രാ കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി 2 ഇഞ്ച് വിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തത് നമുക്ക് പഫ് വരച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ വരച്ചു കൊടുക്കണം. 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ രീതിയിൽ പഫ് ചുരുക്കുകളൊക്കെ ഇട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ നോർമൽ സ്ലീവിലേക്ക് വരച്ച പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ നോർമൽ വരക്കുന്ന പോലെ തന്നെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് താഴെ ഞാനിപ്പോൾ ഒരു 5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തു. 1.5 ഇഞ്ച് ഒരു സീം അലവൻസിന് വേണ്ടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ താഴെ വരച്ച പോയിന്റിൽ നിന്ന് മുകളിലത്തെ പോയിന്റിലേക്ക് നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കാം. സ്ലീവ്സ് രണ്ടും അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനിയൊന്ന് ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടേണ്ടതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഞാനിപ്പോൾ അതൊന്ന് കുഴിച്ച് വെട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മടക്കിയിട്ട് രണ്ടിൻ്റെയും സെൻട്രൽ പോയിൻറ്റ് ഒന്ന് നോക്കണം. സെൻട്രൽ പോയിൻറ്റിൽ ഒരു നോച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെയും ഒരു നോച്ചിട്ട് കൊടുക്കണം. അവിടെ വരെയാണ് നമ്മൾ പഫിന് വേണ്ടി ചെറിയ ചെറിയ ചുരുക്കുകൾ ഇടുന്നത്. അതുകൊണ്ടാണ് അവിടെ വരെ നമ്മൾ നോച്ചിട്ട് കൊടുത്തത്. ഇനി താഴത്തെ ഭാഗം ഒരു 1/4 ഇഞ്ച് മടക്കി നമുക്ക് അടിച്ചെടുക്കാം. ആദ്യം തന്നെ സ്ലീവ്സിൻ്റെ താഴെ നമ്മൾ ഒരു 1/4 ഇഞ്ച് മടക്കി ഇത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോച്ചിട്ട ഭാഗം ഉണ്ടല്ലോ പഫിന് വേണ്ടി, ആ ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ ചുരുക്കുകളിട്ട് പഫ് സ്ലീവ്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ചുരുക്കുകളാക്കി ഒന്ന് മടക്കി മടക്കി കൊടുത്തിട്ട് ആ നോച്ചിട്ട പോയിൻ്റ് വരെ മാത്രം നമ്മൾ ചെയ്യാവൂ. ബാക്കിയെല്ലാം നമുക്ക് സ്ലീവ്സിലേക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതേപോലെ ചെറിയ ചെറിയ ചുരുക്കുകൾ 2-3 ചുരുക്കുകൾ കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ 2 ഇഞ്ചിൽ അളവെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അധികം ചുരുക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വിഡ്ത്തിൽ തുണി എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 1-2 ചുരുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി വലിയ പഫാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 ഇഞ്ച് എടുത്ത ഭാഗത്ത് ഒരു 3-3.5 ഇഞ്ച് എടുക്കുക. ഇനി ഞാൻ ഷോൾഡർ നേരത്തെ തന്നെ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിരുന്നു. നമുക്ക് ഷോൾഡർ അപ്പോൾ ഇത് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ സൈഡ് എപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ 2 സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഷോൾഡർ അറ്റാച്ച് ചെയ്ത് ഞാൻ ഇതേപോലെ നല്ല വശം നിവർത്തിയിട്ടിട്ടുണ്ട്. നമ്മളപ്പോൾ പഫും അടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്കത്തെ പോയിൻ്റ്, ഒരു നോച്ചിട്ട പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതിൽ ഇതുപോലെ തന്നെ നല്ല വശത്തേക്കാണ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഞാനൊരു പിഞ്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് 2 സൈഡിലേക്കും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് മാത്രം നമ്മൾ അടിച്ചെടുക്കുക. ഞാനിപ്പോൾ മിഡിൽ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 സൈഡും അപ്പോൾ എക്സ്ട്രാ ഇത്തിരി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇതേപോലെ സ്ലീവ്സിൻ്റെ ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം അധികമായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഞാനിപ്പോൾ മിഡിലിൽ നിന്ന് തന്നെ അത് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഇതുപോലെ മിഡിലിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു സൈഡ് അടിച്ചെടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും മിഡിലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത സൈഡും ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 പീസും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്നിച്ച് പിടിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ സ്ലീവ്സ് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 5 ഇഞ്ചിലാണ് ഞാനത് ഓൾറെഡി മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ സ്ലീവ്സിൻ്റെ അറ്റം ഇതേപോലെ രണ്ടും ഒന്നിച്ച് മടക്കി പിടിച്ചിട്ട് 5 ഇഞ്ച് വരുന്ന പോയിന്റിൽ ഒരു ചെറിയ മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്ലീവ്സ് ഫിനിഷ് ചെയ്യാം. ഇതേപോലെ കറക്റ്റായിട്ട് ഒന്നിച്ച് പിടിച്ചിട്ട് നമുക്ക് സ്ലീവ്സ് അടിച്ചെടുക്കാം. അവിടെ നിന്ന് അടിച്ചിട്ട് നമ്മളുടെ ആം ഹോളിൻ്റെ ആ ഭാഗം വരെ ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഓൾറെഡി നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യേണ്ട ഭാഗത്ത് വരച്ച് വെച്ചിരുന്നു. നേരത്തെ വരച്ച് വെച്ചത് നമ്മളിങ്ങനെ സ്ലീവ്സ് വരക്കുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയാണ് അത് ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ മാർക്കിംഗ് ചെയ്ത് വരച്ച് വെച്ചിരുന്നത്. അപ്പോൾ അത് ഇതുപോലെ
കയ്യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ സൈഡിലേക്ക് ഷേപ്പ് ചെയ്ത് നമ്മൾ ആ വരയിലൂടെ ഒന്ന് അടിച്ചെടുക്കുക. സ്ലിറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഇതുപോലെ കെട്ടിട്ട് ഒന്ന് നിർത്തുക. ഇനി സ്ലിറ്റാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്ലിറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത ആ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത വര നിങ്ങൾക്ക് ഇതിലൂടെ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സ്ലിറ്റിന് വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്ത പോയിന്റിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ആദ്യമേ മടക്കി എടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ഈ വി പോലെ വരുന്നതുകൊണ്ട് ആ ഭാഗത്ത് നിന്നാണ് അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് താഴേക്ക് അത് വെച്ച് പിടിച്ചിട്ട് നമ്മൾ കറക്റ്റ് അളവിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ആ മുകളിൽ നിന്ന് താഴേക്ക് കറക്റ്റ് അളവിൽ ഇതുപോലെ തന്നെ ഒന്ന് 1/2 ഇഞ്ച് അകലത്തിൽ മടക്കി ഇതേപോലെ താഴേക്ക് എടുക്കുക. എന്നിട്ട് മടക്കിയെടുക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഞാൻ ബിഗിനേഴ്സിന് മനസ്സിലാവാനാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത്. നമുക്ക് ആ വര കാണാൻ പറ്റുന്നുണ്ടല്ലോ വരച്ചു കൊടുത്താൽ. ആ വരയിൽ നിൽക്കുന്ന വിധമാണ് ഞാനിപ്പോൾ മടക്കി കൊടുക്കുന്നത്. ഇതുപോലെ താഴെ വരെ മടക്കി കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ വശവും ഇതേപോലെ ഒരുപോലെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സ്ലിറ്റ് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ താഴെ നിന്ന് അടിച്ച് മുകളിലെത്തുമ്പോഴേക്കും നമ്മളുടെ അളവുകളൊക്കെ മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് ലാസ്റ്റ് വരെയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ നിന്ന് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്ലിറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എത്തുമ്പോഴേക്കും ഇതേപോലെ നമ്മളൊന്ന് സൂചി ഇവിടെ കുത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ 1/2 ഇഞ്ചിൽ മടക്കി വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് വീണ്ടും സൂചി ഇവിടെ കുത്തി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ മടക്കിയെടുത്ത പോലെ ഈ കറക്റ്റ് അളവിൽ വരുന്ന രീതിയിൽ വീണ്ടും 1/2 ഇഞ്ചിൽ ഇതേപോലെ മടക്കി പിടിച്ചിട്ട് താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ സ്ലിറ്റ് കിട്ടും. 2 സൈഡ് ഇതേപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് താഴത്തെ ഭാഗം ഒന്ന് ഇതേപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇതേപോലെ 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് അതുകൂടി നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഈ കുർത്തിയുടെ സ്റ്റിച്ചിങ് അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സ്ലിറ്റിൻ്റെ ഭാഗമെല്ലാം നമുക്കിത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലൂടെ ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ലീവ്സ് നമ്മളിതുപോലെ ചെറിയ പഫിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് മാത്രമേ, അധികം പഫ് സ്ലീവ്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2 സൈഡും വീവിച്ചാണ് നമ്മളിത് നെക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്